ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു നിയമജ്ഞൻ യേശുവിനോട് വന്ന് ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യേശുനാഥൻ രണ്ടിടങ്ങളിൽ നിന്നുള്ള ദൈവവചനങ്ങൾ എടുത്തുകൊണ്ട് കൽപ്പന ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, എല്ലാറ്റിനുപരിയായി നീ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളും യേശുനാഥൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പനകൾ 10 കൽപ്പനകളുടെ സാരാംശമാണ്. കാരണം 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും ആരാധനയെക്കുറിച്ചുമാണ്. ബാക്കിയുള്ളത് മറ്റുള്ള മനുഷ്യരോട് നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ദൈവാരാധന പൂർത്തിയാകുന്നത് മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ്. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചോദ്യം ചോദിക്കുന്ന നിയമജ്ഞനാണ്. നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ പാരമ്പര്യവും ആചാരമൊക്കെ അനുസരിച്ച് വളരെ വ്യക്തമായ നിയമത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഉറപ്പിക്കാനാണ്, ഇത് തന്നെയാണോ എന്നുറപ്പിക്കാനാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യഹൂദ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നുള്ള ഒരു വാഗ്വാദം നിലനിന്നിരുന്നു അവിടെ നിയമജ്ഞർ തമ്മിലും പരിസേയർ തമ്മിലും. കാരണം അവിടെ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ 300-ലധികം, ഏകദേശം 600-ഓളം കൽപ്പനകൾ നിലനിന്നിരുന്നൊരു സാഹചര്യത്തിലാണ് ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന എന്നതിനെ പറ്റിയുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഉത്തരം തേടിക്കൊണ്ടുകൂടെയാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ എല്ലാ കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് തിരുവചനത്തെ തന്നെ സംക്ഷിപ്തമായി ഇവിടെ നൽകുകയാണ്. നീ ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ ഈ കൽപ്പന പൂർത്തീകരിച്ചാൽ ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അജഗണത്തിൽ ഒന്നായി മാറും, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായി മാറും എന്ന് അവിടുന്ന് വ്യക്തമായി പറയുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കൽപ്പനകളെക്കുറിച്ച് യേശുനാഥൻ പറയുമ്പോൾ ഈ നിയമജ്ഞനും അത് അംഗീകരിക്കുകയും ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, നീ ശരിയായി തന്നെയാണ് പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ തന്നെ നീ പറയുന്നത്, പക്ഷേ നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നാണ് യേശുനാഥൻ അവരോട് പറഞ്ഞത്. കാരണം ഇവന് പൂർണ്ണമായ അറിവുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കൽപ്പന. പക്ഷേ എന്നിട്ടും യേശുനാഥൻ പറയുന്നത് നീ ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറിയിരിക്കുന്നോ അല്ലെങ്കിൽ ദൈവരാജ്യം നിന്നിൽ ഉണ്ടെന്നോ അല്ല, നീ ദൈവരാജ്യത്തിൽ അകലെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് ദൈവകൽപ്പനയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുള്ളത് കൊണ്ട് മാത്രം ഞാൻ ദൈവരാജ്യത്തിൽ അംഗമാകാൻ സാധ്യതയില്ല. ഈ അറിവ് പ്രവൃത്തിയായി മാറണം. യേശുനാഥൻ അതാണ് അവനോട് വ്യക്തമായി പറയുന്നത്. നിനക്ക് അറിവ് ഏറെ ഉണ്ടെങ്കിലും, നീ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിലും, ദൈവകൽപ്പനകൾ അറിവുണ്ടെങ്കിലും, അറിവ് നിന്നെ ദൈവരാജ്യത്തിലേക്ക് നയിക്കണമെങ്കിൽ അത് പ്രവൃത്തിയായി മാറണം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും, ചെയ്യേണ്ടതായി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും പ്രവൃത്തിയാണ്. ഒന്ന്, ദൈവത്തെ നിസ്വാർത്ഥമായി സ്നേഹിക്കുക, എല്ലാറ്റിനേക്കാളും ഉപരിയായി സ്നേഹിക്കുക. 2, നീ നിൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇത് 2 പ്രവൃത്തിയാണ്. ഒരുവൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രകടമായി അവൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഞാൻ മനസ്സിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ സഹോദരനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടോ കാര്യമില്ല. അത് പ്രവൃത്തിയിലേക്ക് എത്തണം. ഞാൻ അവരെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഞാൻ ദൈവരാജ്യത്തിൽ അംഗമായി മാറും. ഇത് എല്ലാ മനുഷ്യനോടും അവിടെ നിന്ന് പറയുന്ന കാര്യമാണ്. ദൈവത്തെ ആത്മാവിലും മനസ്സിലും മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ആരാധനയുടെ പ്രവൃത്തി മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്, മനുഷ്യരെ നന്മ പ്രവൃത്തികളിലൂടെ അവരെ സ്നേഹിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമ്മളും അറിവുള്ളവരാണ്. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ വചനം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. കാരണം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് തന്നെ കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളപ്പോൾ. ക്രിസ്തു പറഞ്ഞതുപോലെ ഈ വചനം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ, പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നവർ മാത്രമാകാതെ, അറിവുള്ളവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.